ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ ആനൂട്ടല്ലേ ആനൂട്ടാണെന്ന്. അപ്പം അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇടുന്നത്. ബാക്കിയുള്ള നമ്മളെന്നാ ഓണത്തിന് വിഷുവിന് അടിച്ചത് ബർത്ത്ഡേക്ക് ചേച്ചി തന്ന സാരി. പിന്നെ അത് കൊളാബില് കിട്ടിയ മാല കൊളാബ് മുല്ലപ്പൂ. നമ്മളൊരു കാര്യം പറയാം, ഞങ്ങള് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയോട് കൂടി കിട്ടിയിട്ടുള്ള സംഭവങ്ങൾ പറയാം. ഇത് ഒരു സാരിയാണ് കേട്ടോ, ഒരു ചേച്ചി നമുക്ക് തന്നത്. പിന്നെ ഈ മാല കൊളാബ്, ഇൻസ്റ്റാഗ്രാം കൊളാബ്, പിന്നെ ഈ മുല്ലപ്പൂ കണ്ട് ഇപ്പോഴത്തെ ട്രെൻഡായി നിൽക്കുന്നത്, ഇത് കൊളാബ്, സ്റ്റിക്ക്, എന്താ പറയാ, ഞങ്ങള് കൊളാബിലൂടെ ജീവിച്ചു പോകുന്നു. അപ്പൊ മുല്ലപ്പൂ ചേർത്ത ഒറിജിനൽ പോലെയില്ലേ. അപ്പൊ ഇതിന്റെ വീഡിയോ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഈ ഇതുപോലത്തെ മുല്ലപ്പൂ വേണമെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് ഒന്നും നമുക്കറിയില്ല, പലരുടെ ഇന്നും പല റേറ്റാണ് അവർ മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒറിജിനൽ മുല്ലപ്പൂ അല്ല, കണ്ട കറക്റ്റ് ഒറിജിനൽ പോലെ. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ ആനൂട്ടാണ്. അപ്പോൾ ആനൂട്ട് വീഡിയോ എടുക്കണം. നമ്മൾ ആദ്യമായിട്ട് ആനൂട്ടൊന്നും അങ്ങനെ വലിയ കാര്യം എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. അപ്പോൾ ആനൂട്ട് തൃശ്ശൂരൊക്കെ നടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ആനേനെ പേടിയാണ്, ഇഷ്ടമാണ്. പക്ഷെ മറ്റുള്ള പോലെ അങ്ങനെ ഓടിപ്പോയി ആനയുടെ മുമ്പിൽ ചെന്നൊക്കെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. അപ്പം നമ്മൾ ആനൂട്ട് എടുക്കാൻ പോകണം കേട്ടാ. അപ്പം എല്ലാവർക്കും വീഡിയോക്ക് സ്വാഗതം. നമ്മുടെ അമ്പലവും കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം കേട്ടോ, വെളുത്തൂർ ശ്രീ നമ്പോർക്കാവ് ഭഗവതി ക്ഷേത്രം കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ആനൂട്ട് നടക്കുന്നത്. അപ്പോൾ അത്ര ആനയാണെന്ന് അറിയില്ല കറക്റ്റായിട്ട്. ഇപ്പോൾ ഞങ്ങൾ ഒരു 4 ആനേനെ കണ്ടു, ഇനിയും ആനകൾ വരുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഗംഭീര വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ വെടിക്കെട്ടിൻ്റെ ഒരു പ്രശ്നം വന്നതോടുകൂടി വെടിക്കെട്ട് ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും കുറവാണ് കേട്ടോ വെടിക്കെട്ട്. അപ്പോൾ ഇതാണ് അമ്പലം. അപ്പോൾ ഇവിടെ കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. നമ്മുടെ എന്താ പറയുക, ഇതൊക്കെ നമ്മുടെ അനീത്തിൻ്റെ മക്കളാണ് കേട്ടോ. ഒരു നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇവർക്ക് വല്ല പലഹാരം മേടിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ എന്നെ വിടില്ല ഇവർ. അപ്പം അങ്ങനെ ഓരോ ആനകൾ വരുന്നുള്ളൂ കേട്ടോ. വേറെ സ്ഥലങ്ങളിലും ഇന്ന് ആനൂട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ വടൂക്കര, പിന്നെ എന്താ പറയുക, അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ ആനൂട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആന ഈ വണ്ടിയിൽ നിന്ന് എങ്ങനെ ഇറങ്ങുമെന്നായിരുന്നു എൻ്റെ പണ്ടത്തെ ഒരു ഇതിട്ട്. ഞാൻ ഇതുവരെയായിട്ട് ആന ഈ ലോറിയിൽ ഇങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ പണിക്ക് പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് ഈ ആന ഇങ്ങനെ ലോറിയിൽ പോണത്. ഇതെങ്ങനെ കയറുന്നു എങ്ങനെ ഇറങ്ങണമെന്ന് ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് കാണാത്തവർക്കും കാണാം, എനിക്കും കാണാം. അപ്പോൾ നല്ലൊരു രസമുള്ളൊരു സംഭവം കേട്ടോ. അപ്പോൾ ആന സിമ്പിളായിട്ട് ഇറങ്ങിപ്പോയി. ഞാൻ വിചാരിച്ചു ഈ ആന ഇതെങ്ങനെ ഇറങ്ങുക, ആനയുടെ കാല് നിലത്ത് കുത്തുമ്പോൾ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവുമോ. അപ്പോൾ നല്ല രസമായിട്ട് ആന ഇറങ്ങിയിട്ട് കേട്ടാ. ഫ്രണ്ട്സ്, അങ്ങനെ വന്ന ആനകളൊക്കെ മൊത്തത്തിൽ 5 ആനകൾ വന്നിട്ട് ഈ 5 ആനകളിലെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് എന്തോ ഒരു പൂജയൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് പിന്നെ ഈ ആനൂട്ടിൻ്റെ ഭക്ഷണം കൊടുക്കാട്ടോ. ഈ പൈനാപ്പിള്, പിന്നെന്താ ശർക്കര ഉരുട്ടിയിട്ടൊക്കെ എന്തോ സംഭവങ്ങൾ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അത് കാരണം അതിനെക്കുറിച്ച് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും പറയില്ല. അപ്പോൾ 5 ആനകളാണ് മൊത്തത്തിൽ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ 5 ആനകൾ ആദ്യം നമ്മൾ കാണിച്ച സ്ഥലത്ത് ആദ്യം നിർത്തി എല്ലാവർക്കും ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സ്ഥലമാണ് അവർ ആദ്യം ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ആനകളിലൊക്കെ അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകണേ. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഈ ആന വരുന്ന ഭാഗത്തായിരുന്നു നമ്മൾ ഭക്ഷണം കൊടുത്ത ആനയ്ക്കിട്ടാം. അപ്പോൾ ഈ പ്രാവശ്യം അവിടെ തന്നെയാണെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെയാണ് മനസ്സിലായത് ഈ ആനേനെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് എന്തോ ചെറിയ പൂജയൊക്കെ ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ എല്ലാ ആനകളും ഉള്ളിൽ പോയി പൂജയൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു ഇതാണ് കാണുന്നത്. പിന്നെയും നമ്മൾ ആദ്യം നിന്ന സ്ഥലത്തേക്ക് തന്നെ ഈ ആനകളൊക്കെ പൂജ കഴിഞ്ഞ് വരും. പിന്നെ ഒരു ആന വരാൻ നേരം വൈകി. അപ്പോൾ 9:30 എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇത് തുടങ്ങിയപ്പോൾ ഒരു 9:45 ഇതൊക്കെയായി. നമ്മളെല്ലാ പ്രാവശ്യം ഈ ആനൂട്ട് കാണാനായിട്ട് ഞാനും പൊടിമോളൊക്കെ ഓടി പോകുമ്പോഴേക്കും ആനയൊക്കെ ആനൂട്ട് കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. ഭാഗ്യത്തിന് ഈ പ്രാവശ്യം ചെന്നിട്ട് കുറേ നേരം നിന്നിട്ട് എന്തായാലും ഈ വീഡിയോ എടുത്തു. ഫ്രണ്ട്സ്, പിന്നെ ഒരു പ്രധാന കാര്യം, നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ സ്റ്റിക്കുമ്മലാണ് എടുത്തത്. അപ്പോൾ കുറേ പേര് നമ്മൾ ആ സ്റ്റിക്ക് ഇതൊക്കെ കണ്ടിട്ട് പുച്ഛിച്ച് ചിരിക്കണവരുണ്ടായിരുന്നു. പുച്ഛിച്ചിരിക്കണവർ അവിടെ നിന്ന് പുച്ഛിച്ച് ചിരിക്കുള്ളൂ, നമ്മൾ വീഡിയോ എടുക്കും.
ഓരോരുത്തരും ഓരാണിക്ക് കൂടുമ്പോൾ അതിന്റെ ബാക്കിലത്തെ ആണിക്ക് വൈകിട്ട് മാർക്കും മക്കളാ വായോ വായോ കൊടുക്കാനുള്ള ഒരു വേഗം കൊടുക്കാനുള്ള ഒരു കൊടുത്തുപോ അല്ല എനിക്ക് കൊടുത്തോ കൊടുത്തോ എനിക്ക് അപ്പൊ എങ്ങനെ പറ്റും പേടിക്കാനൊന്നുമില്ല
ചോക്ലേറ്റ്. നോക്കട്ടെ കണ്ണമാമനെ കാണിച്ചിട്ട് വീഡിയോയിൽ എടുക്കട്ടെ. നമ്മുടെ ബന്ധുക്കളാണ് കേട്ടാ പറഞ്ഞെടുത്ത ബന്ധം പറഞ്ഞു കൊടുക്കാം. ഏറ്റവും നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റ് ആണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത്. ഓയ് ഇതൊക്കെ നമ്മുടെ കൂട്ടുകാരൻ്റെ ഭാര്യയും പിന്നെ നമ്മുടെ കൂട്ടുകാരൻ്റെ അനിയത്തിയും കേട്ടാ. ഇത് ശ്രുതിയുടെ മോനൂട്ടാ. പേരെനിക്ക് കറക്റ്റ്. ഇത് നമ്മുടെ അമൃതമോള് കേട്ടാ. അജി എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരൻ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അവൻ്റെ അനിയത്തിയും മക്കളും. പിന്നെ കുറച്ചടുത്ത് നമ്മൾ ഐസ്ക്രീം മേടിച്ചു കൊടുത്ത അവളുടെ 2 മക്കളാണ്. ഇത് ശ്രുതിയുടെ മൂത്ത മോള് കേട്ടാ, ദൃശ്യ. അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ ഗൈസ് ആനൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇവള് ആണ് നമ്മുടെ അജ്ജിമാമന്റെ മോള്. എന്താ പേര് പറഞ്ഞെടുത്തേ? കൃഷ്ണാഞ്ജന. ഇവൾക്ക് വേറൊരു ഉണ്ണിയുണ്ട്. അവള് പാടത്തേക്ക് വേഗണ പാടത്താണ് ഉള്ള വീട്. അപ്പൊ അവള് ഇങ്ങോട്ട് ആനൂട്ട് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. അവളെ അമ്മേനെ നമ്മളെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അപ്പൊ എല്ലാവരും ലൈക്ക്, സപ്പോർട്ട് ചെയ്ത് ഷെയർ. എല്ലാവർക്കും ശുഭദിനം. അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ.